എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കണ്ടല്ലോ അല്ലേ? ഒരാൾ തന്നെയാണ് ആ പാടുന്ന എല്ലാം, പല സ്റ്റേജുകളിലാണെന്ന് മാത്രം, പല വേഷത്തിലാണെന്നും. എന്താ അല്ലേ, ഇവരുടെയൊക്കെ പാട്ട് കേൾക്കാനും എന്താ പറയാ, അത് ആസ്വദിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ. എന്ത് കണ്ടിട്ടാണ്? ഇതാണോ പാട്ട്? ഇതാണോ ശുദ്ധ സംഗീതം? ഹൈ, എന്താ പറയാ, ഓരോ പാട്ടിനെയും ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ പോലുള്ളവര്. എന്താ ഇതിനൊക്കെ പറയണ്ടേന്ന് അറിയത്തില്ല. ഇതുപോലുള്ള കുറെ എണ്ണങ്ങളുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ. കുറെ എന്താ റാപ്പ് സോങ് എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണങ്ങളുണ്ട്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ള കുറെ എണ്ണങ്ങൾ വന്ന് പാട്ട് പാടുമ്പോൾ അത് ആസ്വദിക്കാനും സപ്പോർട്ട് ചെയ്യാനും കൈയടിക്കാനും തുള്ളാനും ചാടാനും ഒക്കെ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. എന്ത് കണ്ടിട്ടാണ്? എന്ത് പാട്ടാ ഇവര് പാടുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരുടെയൊക്കെ പാട്ട് കേട്ടിട്ട് അതിലൊരു നല്ലൊരു ഈണം ഉള്ളതായിട്ട് പോലും നമുക്ക് ആർക്കും തോന്നില്ല. ഓരോ നല്ല നല്ല പാട്ടുകൾ എടുത്ത് വെച്ച് അങ്ങ് വലിച്ച് കീറുകയാണ് ഇവരെ പോലുള്ളവര്. അതൊക്കെ പോട്ടെ, ഇവരുടെയൊക്കെ എന്താ പറയാ, വേഷങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അയ്യോ, വേഷത്തെ കുറിച്ചൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ത് വേഷം ധരിക്കണം ധരിക്കണ്ട എന്നുള്ളതൊക്കെ. ഇപ്പൊ ഈ പാട്ട് പാടുന്നവരുടെ പേര് ഗൗരി ലക്ഷ്മി. അപ്പൊ അവര് സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്നു, അതിനിടക്ക് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഊരി എറിയുന്നു, പിന്നെ കടന്ന് തുള്ളുന്നു. ഇവരെയൊക്കെ സ്റ്റേജിലെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അത് കാണാനും ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മുന്നേ നിന്നിട്ടാണ് ഇമാതിരി ഷോ കാണിക്കുന്നത്. അത് ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ പറയാ, നല്ല രീതിയിൽ ഒട്ടും ഇറക്കില്ലാത്ത ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് അങ്ങനെ നിന്ന് തുള്ളുന്നത്. എന്തായാലും സ്റ്റേജിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്കൊക്കെ നല്ല സുഖമായിരിക്കും അല്ലെ? അല്ല, ഇത് കണ്ട് ആസ്വദിക്കാമല്ലോ. എന്താ പറയണ്ടേ, ഇതുപോലുള്ള കുറെ എണ്ണങ്ങളുണ്ട് ഇപ്പോ നമ്മുടെ എന്താ പറയാ, ഇതിനൊന്നും പറയാൻ വാക്കുകൾ പോലും ഇല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പാട്ടുകാരനുണ്ട്, എന്തോ ഹനാൻ ഷായ, അങ്ങനെ എന്തോ ഒരു നമ്മുടെ ചിറപ്പുഞ്ചി മഴയത്ത് ആ ഒരു പാട്ട് പാടിയ പുള്ളിക്കാരനോ മറ്റോ ഏതോ ഒരു സ്ഥലത്ത് വന്നു, ഗാനമേളയ്ക്കോ പാട്ടിനോ വേണ്ടിയിട്ട് അവിടെ വന്നു. ഇയാളുടെ പാട്ട് കാണാനും അത് ആസ്വദിക്കാനും കുറെ ആൾക്കാർ അവിടെ തടിച്ചു കൂടി. അവസാനം തിക്കും തിരക്കുമായി എല്ലാം കൂടെ തമ്മി തല്ലി പോലീസുകാർ വന്ന് എല്ലാത്തിനും എടുത്ത് വെച്ച് അലക്കി. കുറെ എണ്ണങ്ങൾ തിക്കിൽ തിരക്കിലൊക്കെ പെട്ട് 10 പേർക്കോളം പരിക്കായിട്ട് ഹോസ്പിറ്റലിലാണ്. എന്ത് കണ്ടിട്ടാണ്? ഇവരുടെയൊക്കെ പാട്ട് എന്തിരിക്കുന്നു? എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പോലുള്ള കുറെ അധികം ആൾക്കാർ തന്നെയാണ് ഇവരെ പോലുള്ളവരെയൊക്കെ ഈ ഒരു രീതിയിലേക്ക് എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് കഴിവ്? എന്ത് പാട്ടാണ് ഇവര് പാടുന്നത്? അല്ല, എനിക്കൊന്നും ഇവരുടെ ഈ ഗൗരി എന്ന് പറയുന്ന ഇവര് പാടുന്ന പാട്ട് എന്ത് കണ്ടിട്ട് ആൾക്കാർ ഇതൊക്കെ കണ്ട് അങ്ങ് കിടന്ന് തുള്ളുകയും കൈകൊട്ടുകയോ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? എന്തിരിക്കുന്നു? അയ്യേ, ഇതിനൊക്കെ ഉണ്ടല്ലോ പറയേണ്ട പേര് വേറെയാണ്. കുറെ എണ്ണങ്ങളുണ്ട് ഇതുപോലത്തെ കുറെ ഫ്രീക്ക് ലുക്കിൽ വന്നിട്ട് കടന്നങ്ങ് കാറി കൂവി പാടുകയാണ്. എന്തുവാണ്? അയ്യേ, എന്നിട്ട് കുറെ എണ്ണങ്ങൾ വരും ഇതുപോലുള്ള പാട്ട് കാണാനും തിക്കും തിരക്കും കൂടി. അവസാനം എന്തുവാ, ഈ കഴിഞ്ഞിടെ നമുക്കറിയാം വേടന്റെ പ്രോഗ്രാമിന് ഇതുപോലെ കുറെ എണ്ണങ്ങൾ വന്നു ബഹളം ഉണ്ടാക്കി. എന്തുവാണ്? ആൾക്കാർ ഇതിനു വേണ്ടി അങ്ങ് ചാകാൻ കിടക്കുന്നത് എന്തിനാ? ഇപ്പൊ ആ ഹനാൻ എന്ന് പറയുന്ന ആ ഒരു പയ്യനാ മറ്റേ പാട്ട് പാടാൻ വന്നപ്പോഴത്തേക്ക് കുറെ എണ്ണങ്ങള്, എത്ര ആയിരക്കണക്കിന് ജനങ്ങളാണ് ആ ഒരു പരിപാടി കാണാനായിട്ട് അവിടെ എത്തി. അവസാനം തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലീസുകാരെ എല്ലാത്തിനും അടിച്ചോടിച്ച്. ജനങ്ങളെയും പറയണം. ഈ എന്താ പറയണ്ടേ, ഇതുപോലുള്ള ഏതെങ്കിലും ഒരെണ്ണം എവിടെയെങ്കിലും പാടാൻ വന്നിട്ടോന്ന് അറിയുമ്പോ എല്ലാരും കൂടെ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. എന്താ ഇതിനൊക്കെ പറയണ്ടേ? എന്താ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനൊക്കെ പോലീസുകാർ ഈ ഇന്നലെ കണ്ട പോലെ അടിച്ചു ഓടിക്കണമെന്നാ പറയുന്നത്. കുറെ എണ്ണങ്ങളുണ്ട് എവിടെയെങ്കിലും, എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒട്ടനെ അവിടെയൊക്കെ പറന്നെത്തുന്ന കുറെ എണ്ണങ്ങള്, അലവലാദികള്.